രമേശ് ചെന്നിത്തല ആൾ ഇത്രയേ ഉള്ളൂവെങ്കിലും ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ മറ്റേ ഓപ്പറേഷൻ കുബേരയൊക്കെ നടത്തി പേരെടുത്ത വ്യക്തിയാണ്. ആള് ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് തണ്ടുതുരപ്പനെ പോലെയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നതാക്കും ഏറ്റവും സുഖം. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വയനാട് പോയിരുന്നു. വയനാട് പോയിട്ട് 2 ഗ്രൂപ്പ് യോഗങ്ങളാണ് നടത്തിയത്. നിങ്ങൾ അറിഞ്ഞോ? അത് 2 ഗ്രൂപ്പ് യോഗങ്ങൾ. രണ്ടിടത്തും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും പങ്കെടുക്കുകയും ചെയ്തു. ഇദ്ദേഹം ഈ IC ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനഭിമതനായ ഒരു നേതാവാണ്, MLA ആണ്. പല NM വിജയൻ്റെ മരണത്തോടുകൂടി പലപ്പോഴും വിവാദങ്ങളിൽ ചെന്നുപെട്ട നേതാവാണ് IC ബാലകൃഷ്ണൻ. IC ബാലകൃഷ്ണനെ വിവാദങ്ങളിൽ പെട്ടപ്പോൾ തന്നെ പറഞ്ഞതാണ് NM വിജയൻ്റെ കുടുംബം പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ഇന്നലെ വയനാട് എത്തിയിട്ട് ആദ്യം പോയത് ആരെ കാണാനാണ്? NM വിജയൻ്റെ വീട്ടിലല്ല പോയത്, നേരെ IC ബാലകൃഷ്ണൻ്റെ വീട്ടിലാണ് പോയത്. അവിടെ ഒരു യോഗവും സംഘടിപ്പിച്ചു. പ്രഭാത ഭക്ഷണം ആയിരുന്നു ലക്ഷ്യം എന്ന് പുറത്തു പറഞ്ഞു. അവിടെ നടന്ന യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? ബത്തേരി, പുൽപ്പള്ളി മേഖലകളിലെ നേതാക്കളാണ് അവിടെ പങ്കെടുത്തത്. അവിടെ പങ്കെടുത്ത ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ KPCC അംഗം KK വിശ്വനാഥൻ പങ്കെടുത്തു. ബത്തേരി അർബൻ ബാങ്കിൻ്റെ ചെയർമാൻ DP രാജശേഖരൻ പങ്കെടുത്തു. DCC ജനറൽ സെക്രട്ടറി NU ഉലഹനൻ പങ്കെടുത്തു. ബ്ലോക്ക് DCC പുനഃസംഘടനയെക്കുറിച്ചായിരുന്നു അവിടുത്തെ പ്രധാന ചർച്ച. ഞാൻ പറഞ്ഞില്ലേ, IC ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയതെന്തിനാണ്? പുറമേ പറഞ്ഞത് എന്താണ്? ഞാനിതാ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോകുന്നു. IC ബാലകൃഷ്ണനെതിരെ വിവാദമുയർന്നപ്പോൾ എന്താണ് പറഞ്ഞത്? NM വിജയൻ്റെ കുടുംബം വെറും നുണ പറയുന്നു എന്ന് പറഞ്ഞു. IC ബാലകൃഷ്ണനെതിരെ കേസെടുത്തത്, സംസ്ഥാന പോലീസ് കേസെടുത്തിട്ടുള്ളത് വാസ്തവമാണല്ലോ, പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അത് ഇദ്ദേഹം NM വിജയനെ ഒരുപാട് ഉപദ്രവിച്ചു എന്നറിയാമല്ലോ. അപ്പോൾ IC ബാലകൃഷ്ണനെ തള്ളിപ്പറയാതെ IC ബാലകൃഷ്ണൻ്റെ വീട്ടിലാണ് ആദ്യം പോയത്. പ്രഭാത ഭക്ഷണം കഴിക്കാനാണ് പോയത്. പക്ഷെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ എന്താണ്? KPCC അംഗം KK വിശ്വനാഥനുണ്ടായിരുന്നു. ബത്തേരി അർബൻ ബാങ്ക് ചെയർമാൻ DP രാജശേഖരനുണ്ടായിരുന്നു. DCC ജനറൽ സെക്രട്ടറി NU ഉലഹന്നാനുണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്ന ചർച്ച എന്തായിരുന്നു? ബ്ലോക്ക് DCC പുനഃസംഘടനകൾ. എന്നിട്ട് നേതാക്കൾ എന്താണ് ആവശ്യപ്പെട്ടത്? പ്രിയപ്പെട്ട ചെന്നിത്തലേ, ഈ ബ്ലോക്ക് DCC പുനഃസംഘടന വരുമ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിന് ഗ്രൂപ്പിന് പ്രാതിനിധ്യം ലഭിക്കാൻ, ഗ്രൂപ്പ് നേതാക്കൾക്ക് പ്രാതിനിധ്യം ലഭിക്കാൻ താങ്കൾ ഇടപെടണം, താങ്കൾ ഇടപെട്ടേ പറ്റൂ. എന്നിട്ട് ഒരു കാര്യം കൂടി നേതാക്കൾ പറഞ്ഞു. ഈ VD സതീശൻ ഉണ്ടല്ലോ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പലപ്പോഴും വയനാട് വരാറുണ്ട്. വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ വന്ന് കാണേണ്ട ആളുകളെ കാണും, ഉന്നതന്മാരെ കാണും. ഞങ്ങൾ സാധാരണ അണികളെയോ ഇവിടുത്തെ നേതാക്കളെയോ കാണാറില്ല. ഇവിടെ വന്ന് വമ്പൻ പണച്ചാക്കുകളെ കാണും, അല്ലെങ്കിൽ ഇഷ്ടക്കാരെ കാണും. കണ്ട് ചിരിക്കും, ചിരിച്ചു മറിയും, എന്നിട്ട് പോകും. ഇവിടെ പാർട്ടിക്കാരുമായിട്ട് VD സതീശന് ബന്ധമില്ല, ഞങ്ങൾക്ക് വേണ്ടത് രമേശ് ചെന്നിത്തലയാണ് എന്ന് നേതാക്കൾ രമേശ് ചെന്നിത്തലയെ ഒന്ന് ഉയർത്തി വിടുകയും ചെയ്തു. എവിടെ വെച്ച്? IC ബാലകൃഷ്ണൻ്റെ വീട്ടിൽ വെച്ച്. അത് 1ാമത്തെ ഗ്രൂപ്പ് യോഗം. ഇനി അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്? ഈ IC ബാലകൃഷ്ണൻ്റെ എതിരെ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞ NM വിജയൻ്റെ വീട്ടിലേക്കാണ് അടുത്ത് പോയത്. അതിന് മുന്നേ തന്നെ മറ്റേ കടുവ കടിച്ചു കൊന്ന രാധയുടെ വീട്ടിലേക്കും പോയി. രാധയുടെ വീട്ടിലേക്ക് പോയിട്ട് അവരെ സമാശ്വസിപ്പിച്ചു. ഈ രാധയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം പിണറായി വിജയനെ വിളിച്ചൊന്ന് അഭിനന്ദിക്കണമായിരുന്നു. എന്താണ്? ആ രാധയുടെ മകന് പിണറായി സർക്കാർ ജോലി കൊടുത്തു, അതിന് സർക്കാരിനൊന്ന് അഭിനന്ദിക്കണമായിരുന്നു. അഭിനന്ദിക്കാനൊന്നും രമേശ് ചെന്നിത്തല മുതിർന്നില്ല. രമേശ് ചെന്നിത്തല രാധയുടെ വീട്ടിൽ പോയി. അതിനുശേഷം NM വിജയൻ്റെ വീട്ടിൽ പോയി. കുടുംബത്തോടൊപ്പം ഞാനുണ്ട് എന്ന് രമേശ് ചെന്നിത്തല അവിടെ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, തണ്ടുതുരപ്പനാണെന്ന് പറഞ്ഞത്. പൊക്കവും ഇല്ല, വളരെ ബുദ്ധിമാനാണ്, വളരെ രാഷ്ട്രീയ, കരുണാകരൻ്റെ കൂടെ നിന്ന് കുറേ തന്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ IC ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയി ഗ്രൂപ്പ് യോഗം ചേർന്നു. NM വിജയൻ്റെ വീട്ടിൽ പോയി ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോയത് ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്കാണ്, IBയിലേക്കാണ്. അവിടെയും നടന്നു ഗ്രൂപ്പ് യോഗം. അവിടെ പങ്കെടുത്ത ആരാണ്? അവിടെ പങ്കെടുത്തവരുണ്ട്. KPCC നിർവാഹക സമിതി അംഗമായ KL പൗലോസ്, ചെറിയ ആളല്ല, KPCC എക്സിക്യൂട്ടീവ് മെമ്പറാണ്. KL പൗലോസ് ഉണ്ടായിരുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V ഉഷാകുമാരി ഉണ്ടായിരുന്നു. ചെറിയ നേതാക്കളല്ല. അടുത്ത നേതാവ് C അബ്ദുൽ അഷറഫ് ഉണ്ടായിരുന്നു. പിന്നെ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടായിരുന്നു. മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഇവരൊക്കെ ചേർന്ന് അവിടെ ചില ഗ്രൂപ്പ് യോഗം നടന്നു. ഇവരും പറഞ്ഞത് എന്താണ്? ഈ കമ്മിറ്റികൾ പുനഃസംഘടന നടക്കുമല്ലോ, അവിടെയും ചെന്നിത്തലയുടെ ആളുകൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് ജില്ല പിടിക്കാൻ പറ്റൂ. ജില്ലയിൽ ചെന്നിത്തലയുടെ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ DCC നേതൃത്വം പിടിക്കാൻ പറ്റുകയുള്ളൂ. MLA സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റുകയുള്ളൂ. MLA സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി നമുക്ക് ജയിച്ചാൽ മാത്രമേ നിയമസഭയിൽ ജയിച്ചു വരുമ്പോൾ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർത്തിക്കാട്ടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഗ്രൂപ്പ് നേതാക്കളെ ഇവിടെയൊക്കെ പിടിച്ചു വയ്ക്കണം. അതുകൊണ്ട് ചെന്നിത്തല ഇവിടെയൊക്കെ കാര്യമായി ഇടപെടണം. VD സതീശൻ ഈ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ, വയനാട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടക്കാരെ കണ്ട് മടങ്ങുകയാണ് പതിവ്. സാധാരണക്കാർ അദ്ദേഹത്തിന്
തൊട്ടുകൂടാൻ പാടില്ല, തീണ്ടിക്കൂടാൻ പാടില്ല, അതാണ് അവസ്ഥ. ആ അവസ്ഥ നമുക്ക് പറ്റുകയില്ല എന്ന് നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു എന്നാണ് ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്ത ചില നേതാക്കൾ ചില മാധ്യമങ്ങളോട് രഹസ്യമായി പറഞ്ഞത്. അപ്പോൾ ചെന്നിത്തല പണി തുടങ്ങി. വി ഡി സതീശൻ ചെവിക്ക് നുള്ളിക്കൊണ്ട് കാത്തിരിക്കുക.